ഉപ്പളയിലെ പ്രമുഖ ഫ്ളാറ്റ് സമുച്ചയമായ ഉപ്പളയിലെ സീ പാലസ് ഫ്ളാറ്റ് ജപ്തി പോരുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടെ ബാങ്കിന്റെ നീക്കം പാളിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് റൈറ്റ് മീഡിയ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഉടമകൾ 8.35 കോടി രൂപ വായ്പയെടുത്തിരുന്നു. ഇതിൽ 10.41 കോടി രൂപ ഇതുവരെയായി തിരിച്ചടക്കുകയും ചെയ്തു. 17 കോടി രൂപയാണ് ബാങ്ക് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. തിരിച്ചടച്ച തുക വായ്പ എടുത്ത തുകയേക്കാൾ കൂടുതലായിട്ടും വൻതുക കുടിശ്ശിക കാണിക്കുന്നത് അനീതിയാണെന്ന് ഉടമകൾ ആരോപിക്കുന്നു. ബാങ്കുമായി നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഫ്ളാറ്റിൽ ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്നത്. ബാങ്കുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഇതിനിടയിൽ ഇത്തരമൊരു നീക്കം നടത്തിയത് തങ്ങളെ തേജോവധം ചെയ്യാനാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ശക്തമായ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി NOC അടക്കമുള്ള എല്ലാ രേഖകളും കൃത്യമായിരിക്കെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജപ്തി നോട്ടീസ് പതിച്ചത് ഫ്ളാറ്റ് ഉടമകളെയും ഉടമസ്ഥരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി KFCയിൽ നിന്നെടുത്ത വായ്പയും നിലവിലെ തിരിച്ചടവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ആകെ 94 ഫ്ളാറ്റുകളിൽ 50ഓളം ഉടമകൾ ഇനിയും പണം നൽകാനുണ്ട്. ഇവർ കൃത്യസമയത്ത് പണം നൽകാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. എന്നാൽ നിയമപരമായ എല്ലാ അനുമതികളുമുള്ള ഫ്ളാറ്റിനെതിരെ നടക്കുന്നത് ആസൂത്രിതമായ നീക്കമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ബാങ്ക് നടപടിക്കെതിരെ ശക്തമായ നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് സീ പാലസ് അധികൃതർ. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. 99 ഫ്ളാറ്റുകളിൽ 94 എണ്ണത്തിനും മംഗൽപാടി പഞ്ചായത്ത് നിലവിൽ കെട്ടിട നമ്പർ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ ന്യൂസ്.